എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോംബസ് ലേണിംഗ്. കെമിസ്ട്രിയുടെ റിവിഷൻ സീരീസ് ആണ് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എലമെന്റ് ക്ലാസിഫിക്കേഷൻ, മൂലകങ്ങളുടെ വർഗീകരണം, ഈ ഒരു ടോപ്പിക്കിൽ കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ നോക്കി. നമ്മൾ മെന്റലീവിന്റെ ആ ഒരു പീരിയോഡിക് ടേബിൾ കണ്ടു. അതുപോലെ ഡൊബ്രെയ്നർ എന്താണ് ക്രിയേറ്റ് ചെയ്തത്, അവിടെ എന്ത് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് വന്നത്, അതുപോലെ ന്യൂലാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ പല ആൾക്കാരും ഈ പറയുന്ന മൂലകങ്ങളെ, നമ്മൾ എപ്പോഴും കാണുന്ന കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ എങ്ങനെയാണ് അവർ ഗ്രൂപ്പ് തിരിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ, ആധുനിക ആവർത്തന പട്ടിക, ഈ ഒരു ടേബിള് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയാവുന്ന എലമെന്റുകളെ എങ്ങനെ മനസ്സിലാക്കാം, ഈ കണക്കിന് എപ്പോഴും RRB കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഇതാണ് നമുക്കുള്ള മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഇവിടെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെർട്ടിക്കൽ ആയിട്ട് വരുന്ന 18 ഗ്രൂപ്പുകളുണ്ട്. 18 ഗ്രൂപ്പുകൾ ഇവിടെ നിന്ന് തുടങ്ങി 1 തൊട്ട് 2, 3, 4 ഈ ഒരു കണക്കിന് 18 ഗ്രൂപ്പുകളുണ്ട്. അതേപോലെ എന്താണ്, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുന്ന ഈ ഒരു രീതിയിൽ ഹൊറിസോണ്ടൽ ആയിട്ട് നോക്കുന്ന 7 പീരീഡുകളുണ്ട്. 7 പീരീഡുകളുണ്ട്. ഇനി ഇവിടെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്താണ് അടുക്കി വെച്ചിരിക്കുന്ന, ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അവരുടെ അറ്റോമിക് നമ്പർ ബേസ് ആക്കിയിട്ടാണ്. അറ്റോമിക് നമ്പർ, ഹൈഡ്രജൻ അത് 1 ആണ്, ലിഥിയത്തിന് 3 ആണ്, ബെറിലിയം 4 ആണ്. ഈ കണക്കിന് 1, അത് കഴിഞ്ഞിട്ട് 2, അത് കഴിഞ്ഞിട്ട് വീണ്ടും 3, 4, 5 ഈ ഒരു കണക്കിന് ഓരോ പോയിന്റിലേക്ക് ചാടുമ്പോഴും, അതായത് നമ്മളുടെ ഒരു ക്ലാസിഫിക്കേഷനിൽ, ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഒരു പോയിന്റിൽ നിന്ന് തൊട്ടടുത്ത പോയിന്റിലേക്ക് ചാടുമ്പോൾ ഒരു യൂണിറ്റ് അറ്റോമിക് നമ്പർ ചേഞ്ച് ആകുന്നുണ്ട്. ഓരോ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോഴും അറ്റോമിക് നമ്പർ ഒരു യൂണിറ്റ് ചേഞ്ച് ആകുന്നുണ്ട്. അപ്പൊ നമ്മൾ പീരിയഡില് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുന്ന അനുസരിച്ച് അറ്റോമിക് നമ്പർ എന്താണ്, കൂടി വരും. അതേപോലെ ഗ്രൂപ്പിൽ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴും അവിടെയും എന്താണ് സംഭവിക്കുന്നത്, അറ്റോമിക് നമ്പർ കൂടി വരും. ഇനി നമുക്ക് നോക്കാനുള്ള ആ 3 കാര്യങ്ങൾ അത് നമുക്ക് നോക്കാം. അറ്റോമിക് സൈസ്, ആറ്റത്തിന്റെ സൈസ്, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അറ്റോമിക് സൈസ്. രണ്ടാമത്തെ ആള് വരുന്നത് വാലൻസി, സംയോജകത, സംയോജക ശേഷി എന്നൊക്കെ വിളിക്കുന്ന വാലൻസി. മൂന്നാമത്തെ ആള് ഇതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടർ അല്ലെങ്കിൽ ലോഹ സ്വഭാവം എന്ന് വിളിക്കാം. മെറ്റലുകൾ, ലോഹങ്ങൾ, അവർക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. ഈ സ്വഭാവം കാണിക്കുന്നത് എങ്ങനെയാണ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിച്ചു വെക്കണം. ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്താണ് ഒരു എലമെന്റിന്റെ അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസ്, അതുപോലെ അവിടുത്തെ വാലൻസി എത്രയാണ്, അതിന്റെ മെറ്റാലിക് ക്യാരക്ടർ എന്താണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇവിടെ നോക്കിയാല് നമുക്ക് 7 പീരീഡ് ഉണ്ട്. ഇതേപോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് 7 പീരീഡ്, അതുപോലെ തന്നെ എന്താണ് 18 ഗ്രൂപ്പുകളുണ്ട്. ഇതില് അറ്റോമിക് സൈസ് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഒരു പീരീഡിൽ ഇപ്പൊ എന്താണ് ഹൈഡ്രജനും ഹീലിയവും ഉള്ള ഈ ഫസ്റ്റ് പീരീഡ് എടുത്താല് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ അവിടെ അറ്റോമിക് സൈസ് കുറഞ്ഞു വരും. ഇത് ഓർത്തിരിക്കണം. പീരീഡ് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് കുറഞ്ഞു വരും. ഇനി ഗ്രൂപ്പിലാണെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് കൂടി വരും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ അറ്റോമിക് സൈസ് കുറയും, മുകളിൽ നിന്ന് താഴത്തേക്കാണെങ്കിൽ അറ്റോമിക് സൈസ് കൂടി വരും. ഇതാണ് അറ്റോമിക് സൈസിന്റെ കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ആള് വാലൻസി ആണ്. വാലൻസി എന്ന് പറഞ്ഞാൽ സംയോജക ശേഷി എന്നാണ്. അതായത് നമുക്കറിയാം ഈ എലമെന്റുകളെല്ലാം എന്താണ്, പല രീതിയിലുള്ള കോമ്പൗണ്ടുകളായിട്ടാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അതായത് ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇവ രണ്ടുപേരും ചേർന്നിട്ട് എന്താ H2O, വെള്ളമായിട്ട് നമ്മൾ എന്താണ് കാണുന്നുണ്ട്. ഈ കണക്കിന് ഇവിടെ ഇരിക്കുന്ന എല്ലാ എലമെന്റ്സും പല രീതിയിലുള്ള കോമ്പൗണ്ടുകളായിട്ടാണ്, സംയുക്തങ്ങളായിട്ടാണ് അവര് എക്സിസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണക്കിന് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്ന, അവരുടെ ഷെല്ലിന്റെ ഏറ്റവും പുറത്ത് കിടക്കുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണത്തിനെ, അല്ലെങ്കിൽ ആ ഒരു എണ്ണത്തിന് നമ്മൾ വിളിക്കുന്ന പേര് വാലൻസ് ഇലക്ട്രോൺസ് എന്നാണ്. അതുപോലെ തന്നെ ഇവരെന്താണ്, ഈ ഒരു കണക്കിനെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി, സംയുക്തങ്ങളാക്കാൻ വേണ്ടി അവർക്കുള്ള ശേഷിയെ വിളിക്കുന്ന പേര് വാലൻസി എന്നാണ്.
വാലൻസി എന്ന് പറഞ്ഞാൽ സംയോജക ശേഷി. ഒരു എലമെന്റിന് മറ്റൊരു എലമെന്റുമായിട്ട് സംയുക്തങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് എത്ര ശേഷിയുണ്ട്, അവർക്ക് ഇലക്ട്രോണിനെ കൊടുക്കാനോ വാങ്ങിക്കാനോ എത്ര അധികം ശേഷിയുണ്ട്, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സംയോജക ശേഷി അല്ലെങ്കിൽ വാലൻസി. ഈ വാലൻസി നോക്കിയാൽ പീരിയഡിൽ നോക്കുന്ന സമയത്ത് അത് ആദ്യം കൂടി വരും. അതായത് വാലൻസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പീരിയഡിൽ നോക്കുന്ന സമയത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വാലൻസി ആദ്യം കൂടി വരും. ഇവിടെ ഹൈഡ്രജന്റെ വാലൻസി 1 ആണ്, അതുപോലെ ബെറിലിയത്തിന് 2 ആണ്. ഈ ഒരു കണക്കിന് കാർബൺ എത്തുന്നത് വരെ ഇത് കൂടി വരും. കാർബണിന് ശേഷം വീണ്ടും എന്താണ്, ഇത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അറ്റോമിക് സൈസ് പറഞ്ഞു. ഒരു പീരിയഡിൽ അറ്റോമിക് സൈസ് എടുക്കുമ്പോൾ എങ്ങനെയാണ്, അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കുമ്പോൾ അറ്റോമിക് സൈസ് കുറഞ്ഞു വരും. അതുപോലെ വാലൻസി സംയോജക ശേഷി നോക്കിയാൽ അത് ആദ്യം എന്ത് പറ്റും, കൂടി വരും, പിന്നീട് അത് കുറഞ്ഞു വരും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പീരിയഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന വാലൻസി ആദ്യം കൂടും, പിന്നെ കുറയും. അപ്പൊ ഗ്രൂപ്പിൽ എങ്ങനെയാ, ഓരോ ഗ്രൂപ്പിലും നമ്മൾ എടുക്കുന്ന ഓരോ ഗ്രൂപ്പിലും വാലൻസി കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഗ്രൂപ്പ് 1ന്റെ വാലൻസി 1 ആണ്, ഗ്രൂപ്പ് 2ന്റെ വാലൻസി മുഴുവനായിട്ട് എന്താണ്, 2 ആണ്. ഇതിന്റെ അർത്ഥം ഹൈഡ്രജൻ ആയിക്കോട്ടെ, ലിഥിയം ആയിക്കോട്ടെ, സോഡിയം ആയിക്കോട്ടെ, പൊട്ടാഷ്യം ആയിക്കോട്ടെ, ഇവർക്ക് എല്ലാവർക്കും വരുന്ന വാലൻസി സെയിം ആണ്, അത് 1 ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് എടുക്കുമ്പോൾ ബെറിലിയം ആയിക്കോട്ടെ, മഗ്നീഷ്യം ആയിക്കോട്ടെ, കാൽഷ്യം ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും വാലൻസി വരുന്നത് 2 ആയിരിക്കും. ഇതേ കണക്കിന് നമുക്ക് ലാസ്റ്റ് വരുന്ന ഈ 18ാമത്തെ ഗ്രൂപ്പ്, ഈ 18ാമത്തെ ഗ്രൂപ്പിനെ അലസവാതകങ്ങൾ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയും, നോബിൾ ഗ്യാസസ് എന്ന് പറയും. ആർക്കും ഒരു പ്രശ്നത്തിനും പോവാതെ, ഒരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കാതെ സമാധാനമായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ വാലൻസി എന്ന് പറയുന്നത് 0 ആണ്. അത് എപ്പോഴും ഓർത്തിരിക്കണം, 0 ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടരും കൂടെ അവിടെ ഉണ്ട്, ഹാലോജൻസ്. 17ാമത്തെ ഗ്രൂപ്പായിട്ടുള്ള ഹാലോജൻസ്, ഇവരെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഹാലോജൻസ് എല്ലാവരുടെയും ഫ്ലൂറിനിൽ തുടങ്ങി ഇവിടെ വരെ വരുന്ന എല്ലാ ഹാലോജൻസിന്റെയും വാലൻസി നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഈ കണക്കിന് ഓർത്തിരിക്കണം, ഗ്രൂപ്പില് വാലൻസി സെയിം ആണ്. എന്നാൽ ഈ പീരിയഡ് കണക്ക് നോക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എലമെന്റുകളുടെ വാലൻസി ആദ്യം കൂടുന്നതായിട്ടും പിന്നീട് കുറയുന്നതായിട്ടും കാണാൻ പറ്റും. അറ്റോമിക് സൈസ് പറഞ്ഞു, വാലൻസി പറഞ്ഞു. മൂന്നാമത്തെ ആളാണ് മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടർ അല്ലെങ്കിൽ എന്താ, ലോഹ സ്വഭാവം എന്ന് പറയുന്നത്. ഈ ലോഹ സ്വഭാവവും നമ്മൾ പീരിയഡിൽ നോക്കുമ്പോഴും അതുപോലെ ഗ്രൂപ്പുകളിൽ നോക്കുമ്പോഴും വ്യത്യാസം കാണിക്കുന്നുണ്ട്. പീരിയഡിൽ നോക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത്, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എപ്പോഴും നമ്മൾ പീരിയഡിൽ നോക്കുന്നത്. ഈ പീരിയഡിൽ നോക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ വാലൻസി 1ഉം അതുപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിനൊക്കെ വാലൻസി 2. അങ്ങനെയാണെങ്കിൽ ഈ സോഡിയം അതുപോലെ മഗ്നീഷ്യം ഇവർക്കൊക്കെ ഉള്ളത് വാലൻസി 1, 2 ഈ ഒരു കണക്കിനാണ്. ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനോ അല്ലെങ്കിൽ 2 ഇലക്ട്രോണിനോ കൊടുത്തിട്ട് അവിടെ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ഈ ആൾക്കാരൊക്കെ മെറ്റലുകൾ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഇലക്ട്രോണിന് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഇവരെല്ലാവരും മെറ്റൽ എന്ന് വിളിക്കും. മെറ്റൽ ക്യാരക്ടർ, ലോഹ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള ഒരു സ്വഭാവമാണ്. അപ്പൊ ഈ രീതിയിൽ ഇലക്ട്രോണിനെ കൊടുക്കുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെല്ലാവരും മെറ്റലുകളാണ്. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എത്തുന്നതനുസരിച്ച്, ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതനുസരിച്ച് ഇവിടെ എത്തുമ്പോൾ അവരെല്ലാവരും ആ ലോഹ സ്വഭാവം അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കും. അപ്പോൾ നമ്മൾ മെറ്റാലിക് ക്യാരക്ടർ പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മെറ്റാലിക് സ്വഭാവം അല്ലെങ്കിൽ ലോഹ സ്വഭാവം അതെന്ത് പറ്റും, കുറഞ്ഞു വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അൽക്കലൈൻ മെറ്റലുകൾ അതുപോലെ അൽക്കലൈൻ എർത്ത് മെറ്റലുകൾ എന്നൊക്കെയാണ് നമ്മൾ ഇവരെ വിളിക്കുന്നത്. ഈ ഒരു കണക്കിന് പീരിയഡിൽ നോക്കുന്ന സമയത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ, ലോഹ സ്വഭാവം കുറഞ്ഞു വരും. അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം, മെറ്റാലിക് ക്യാരക്ടർ കൂടിക്കൂടി വരും. ലോഹ സ്വഭാവമാണ് നമ്മൾ പറയുന്നത്. അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ലെഫ്റ്റിൽ കൂടുതലും റൈറ്റിൽ കുറവുമായിട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ എന്ത് പറ്റും, മെറ്റാലിക് ക്യാരക്ടർ താഴത്തേക്ക് വരുന്നതനുസരിച്ച് കൂടിക്കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും.
അപ്പൊ ഒന്ന് വേഗം എന്താ സമ്മറൈസ് ചെയ്താലോ? ആദ്യം പറയുന്നത് അറ്റോമിക് സൈസിനെ പറ്റിയാണ്. അറ്റോമിക് സൈസ് നമുക്ക് എന്താണ്? ഈ പറയുന്ന ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ സൈസ് ചെറുതാകുന്നു, പീരിയഡിൽ സൈസ് ചെറുതാകുന്നു. ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് നോക്കുമ്പോൾ അറ്റോമിക് വലിപ്പം കുറയുന്നു. ചില സമയങ്ങളിൽ വലിപ്പത്തിന് പകരം അവിടെ കൊടുക്കുന്നത് ആരം അല്ലെങ്കിൽ എന്താണ് റേഡിയസ് എന്നായിരിക്കും. രണ്ടും എന്താണ്? ഒരേ കാര്യമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? താഴേക്ക് വരുമ്പോൾ, ഗ്രൂപ്പിലെ താഴത്തേക്ക് വരുമ്പോൾ ഈ അറ്റോമിക് വലിപ്പം അല്ലെങ്കിൽ ആ സൈസ് അത് കൂടി വരുന്നു. വീണ്ടും നോക്കാം. വാലൻസി അത് ആദ്യം കൂടും, അത് കഴിഞ്ഞിട്ട് കുറഞ്ഞു വരും. എവിടെയാണത്? പീരിയഡിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് വാലൻസി സംയോജക ശേഷി അത് ആദ്യം കൂടി വരും, പിന്നെ കുറഞ്ഞു വരും. നമ്മൾ ലാസ്റ്റ് എന്താ? നോബിൾ ഗ്യാസസ് അലസവാതകങ്ങൾ എത്തുമ്പോൾ അത് 0 ആയിരിക്കും. ആർഗൺ എന്ന് പറയുന്ന അലസവാതകത്തിന് അവിടെ 0 ആണ് ഉത്തരം വരുന്നത്. വീണ്ടും നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പില് ഓരോ ഗ്രൂപ്പിനും അത് 1 തന്നെ ആയിരിക്കും. അതായത് ഗ്രൂപ്പ് 1ന് അത് 1 ആണ്, ഗ്രൂപ്പ് 2ന് 2 ആണ്. 17 അതായത് ഹാലോജൻസ് വരുമ്പോൾ, ഹാലോജൻസിന്റെ ഗ്രൂപ്പ് വരുമ്പോൾ അവിടെ വീണ്ടും എന്താണ്? വാലൻസി നമ്മൾ 1 ആയിട്ട് എടുക്കും. ഗ്രൂപ്പ് 18ല് വാലൻസി 0. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാലൻസിയും വാലൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും വേറെയാണ്. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാല് നമ്മൾക്കുള്ള ഒരു ഷെല്ലില് ഏറ്റവും പുറത്ത് കിടക്കുന്ന ഒരു ആറ്റം, ഒരു എലമെന്റ് എടുത്താൽ അതിന്റെ ഏറ്റവും പുറത്ത് കിടക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണോ അതിനെ പറയുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ്. ഷെല്ലുകൾ എങ്ങനെയാ ഫില്ല് ചെയ്യുന്നതെന്ന് നീൽസ് ബോർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കണക്കിന് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ബാഹ്യ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ആ എണ്ണം എപ്പോഴും എന്തായിരിക്കണം? 8 ആയിരിക്കണം. അങ്ങനെയുള്ള അവസ്ഥയിൽ അത് ഫില്ലാണ്, അത് കംപ്ലീറ്റ് ആണ്, മുഴുവനായിട്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്? നല്ല സമാധാനമായിരിക്കും. അല്ലെങ്കിൽ എന്താ? ഒരു റിയാക്ഷനും പോവില്ല, വളരെ ശാന്തമായ അവസ്ഥയായിരിക്കും. ആ അവസ്ഥയിൽ നമ്മൾ പറയും അത് ഇനേർട്ട് ഗ്യാസസ് ആണെന്ന്, അലസവാതകങ്ങളാണെന്ന്. അതാണ് നമ്മൾ ഗ്രൂപ്പ് 18ൽ പറയുന്നത്. അപ്പൊ ഗ്രൂപ്പ് 18ലെ വാലൻസി 0 ആണ്. അതായത് അവിടെ ഇലക്ട്രോണിനെ കൊടുക്കാനും ഇല്ല, വാങ്ങിക്കാനും ഇല്ല, അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുകൊണ്ട് അവിടെ എന്താണ്? മാക്സിമം ഈ പറയുന്ന പുറത്തെ ഷെല്ലില് ഇലക്ട്രോൺസ് നിറഞ്ഞിരിക്കുന്നു, 8 ഇലക്ട്രോൺസ് നിറഞ്ഞിരിക്കുന്നുണ്ടാകും. അപ്പൊ നമുക്ക് പറയാം 18ാമത്തെ ഗ്രൂപ്പ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അവിടെ ഇലക്ട്രോൺസ് നിറഞ്ഞിരിക്കുന്നു, അവരൊരു പ്രശ്നത്തിനും പോവില്ല, സമാധാനക്കാരാണെന്ന്. അപ്പൊ ഈ രീതിയിൽ വാലൻസി ഓർത്തു വെക്കുക. വാലൻസി, വാലൻസ് ഇലക്ട്രോൺസ് ഇത് തമ്മിൽ മാറിപ്പോവാതെ ഓർത്തു വെക്കുക. ഇനി മെറ്റാലിക് ക്യാരക്ടർ പറയുമ്പോഴത്തേക്കും ലോഹ സ്വഭാവം പീരിയഡിനാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു, ആ ലോഹ സ്വഭാവം വർദ്ധിക്കുന്നു എന്ന് പറയാം. നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരുന്നു എന്ന് പറയാം. ഇനി താഴത്തേക്ക് ഗ്രൂപ്പിന്റെ കണക്കിലാണെങ്കിൽ താഴേക്ക് വരുന്നതനുസരിച്ച് മെറ്റാലിക് സ്വഭാവം കൂടും. ഇനി താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോഴോ താഴെ നല്ല മെറ്റൽ സ്വഭാവമായിരിക്കും, മുകളിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് നോൺ മെറ്റാലിക് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ഇതേപോലെ എന്താണ്, നമുക്ക് മുകളിൽ കാണുന്നൊക്കെ നോൺ മെറ്റൽസും താഴെ കാണുന്നതൊക്കെ മെറ്റൽസ് ആയിട്ടും കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കാം. ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെ തിരിച്ചു ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയണ്ടേ, അതേപോലെ നേരെ ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയേണ്ടത്, ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ് വളരെ എളുപ്പമാണ്. ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് എങ്ങനെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കും, അതിന് എങ്ങനെ ഉത്തരം നമ്മൾ കണ്ടെത്താം. ഇതാണ് നമ്മളുടെ മുമ്പിലുള്ള ടാസ്ക്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ വേഗം ചെയ്തു നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഔട്ടർ ഷെല്ലുള്ള ആൾക്കാർ ആരാണെന്ന്. കംപ്ലീറ്റ് ഔട്ടർ ഷെൽ, ഇത്രയും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് മാർക്ക് ഷുവർ ആക്കണം. മാർക്ക് ഷുവർ ആക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം ഓർത്താൽ മതി. മോഡേൺ പീരിയോഡിക് ടേബിൾ പറഞ്ഞു, അതിൽ വാലൻസി പറഞ്ഞു. വാലൻസി പറഞ്ഞു എന്താ പറഞ്ഞേ? 18ാമത്തെ ഗ്രൂപ്പ് അവരെ വിളിക്കുന്ന പേര് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ. ഇവരുടെ ഷെല്ലുകൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഹീലിയം ഉണ്ട്, ക്രിപ്റ്റോൺ ഉണ്ട്, ആർഗൺ ഉണ്ട്, നിയോൺ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് 5ാമത്തെ പീരീഡിൽ ഇരിക്കുന്ന ഈ ഒരു അലസവാതകം, അതുപോലെ 6ാമത്തെ പീരീഡിൽ ഇരിക്കുന്ന അലസവാതകം എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ ഇരിക്കുന്ന അലസവാതകങ്ങളാണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള, മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ബാഹ്യ ഷെല്ലുകൾ ഉള്ളവര്. അപ്പൊ നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന കൂട്ടത്തില് 18ാമത്തെ ആൾക്കാരാണെന്ന്. 17 നമുക്ക് വീണ്ടും അറിയാം അവര് ഹാലോജൻസ് ആണ്. ഈ കണക്കിന് ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത്
നമുക്ക് കാണുമ്പോൾ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് പിന്നെ ഒരു ടേബിള് ഇതിൽ നിന്നൊക്കെ എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാനാണെന്നൊരു കൺഫ്യൂഷൻ വരും. ഓപ്ഷൻ നോക്കിയാലോ അതിനേക്കാളും കോമഡി ആയിട്ട് ഇതേ ഇത്രയും നീട്ടി വന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എളുപ്പമാണ്, വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന ABCDE ഈ 5 ആൾക്കാരും അറ്റോമിക് നമ്പേഴ്സ് ആണ്, അറ്റോമിക് നമ്പറുകളാണ്. അങ്ങനെയാണെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഇവരുടെ പൊസിഷൻ കാണിച്ചിരിക്കുകയാണ്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഇവരുടെ പൊസിഷൻ കാണിച്ചിരിക്കുകയാണ്. ഇതിൽ അറ്റോമിക് നമ്പറിന്റെ ഓർഡർ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറ്റോമിക് നമ്പർ ഉള്ളത്? അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് D ആണോ ബിനേക്കാളും വലുത്, അല്ലെങ്കിൽ A ആണോ ബിനേക്കാളും വലുത്? ഈ ഒരു കണക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ജസ്റ്റ് ആ ടേബിൾ ഒന്ന് നോക്കാം. നമ്മളിവിടെ ഗ്രൂപ്പ് 15 തുടങ്ങി താഴത്തേക്ക് എന്താണ് പീരീഡുകൾ വന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് പീരീഡ്. അപ്പൊ നമുക്കറിയാം ഒരു പീരീഡില് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് നമ്പർ കൂടും. ഗ്രൂപ്പിലാണെങ്കിൽ എന്ത് സംഭവിക്കും? മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ അറ്റോമിക് നമ്പർ കൂടും. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഫസ്റ്റ് പീരീഡില് ഈ പീരീഡില് ഫസ്റ്റ് ആയിട്ടിരിക്കുന്ന ആള് ഗ്രൂപ്പ് 15 ഫസ്റ്റ് ആയിട്ടിരിക്കുന്ന A ആയിരിക്കും ഏറ്റവും ചെറുത്. അപ്പൊ ഈ കൂട്ടത്തില് A ഏറ്റവും ചെറുതായിട്ട് വരുന്ന ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. പക്ഷെ നമുക്ക് അവിടെ വെച്ച് നിർത്തേണ്ട, കംപ്ലീറ്റ് ചെക്ക് ചെയ്യാം. ഏറ്റവും ചെറിയ ആള് A ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അടുത്ത വലിയ ആള് C ആണ്. ഇനി അതിനേക്കാളും അടുത്ത വലിയ ആളെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും അടുത്ത ഗ്രൂപ്പ് ഇതേപോലെ എണ്ണി വരുമ്പോൾ അടുത്ത വലിയ ആള് E ആണെന്ന് മനസ്സിലാകും. കാരണം എന്താണ്? ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ താഴത്തേക്ക് പോകുമ്പോൾ അറ്റോമിക് നമ്പർ കൂടി വന്നു. ആ ഒരു കണക്കിന് നമ്മൾ നോക്കിയപ്പോൾ E ആണ്. ഓരോ ഗ്രൂപ്പും കഴിഞ്ഞിട്ട് എന്താണ്? അടുത്ത പീരീഡ് വീണ്ടും നമ്മൾ തുടങ്ങണം. നമ്മൾ എങ്ങനെയാണ് പാമ്പും കോണിയൊക്കെ കളിക്കുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കണക്കിന് തന്നെ നമ്മൾ എന്താണ് ഇവിടെ ഓരോ സ്റ്റെപ്പും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ എന്താണ് വീണ്ടും ലെഫ്റ്റിൽ നിന്ന് അടുത്ത ഗ്രൂപ്പ് അടുത്ത പീരീഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും നമ്മളത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എണ്ണും. പിന്നെയും അടുത്ത ലെവല്. ഈ ഒരു കണക്കിനാണ് എണ്ണേണ്ടത്. അപ്പോൾ C കഴിഞ്ഞിട്ട് വരുന്ന ആള് E ആണ്. അതും കഴിഞ്ഞ് വരുന്ന ആള് B ആണ്. അതും കഴിഞ്ഞ് വരുന്ന ആള് D ആണ്. ഇതിനെ തന്നെ നമുക്ക് തിരിച്ചെഴുതാലോ. D ആണ് ഏറ്റവും വലുത്, അതിലും ചെറുതാണ് B, അതിലും ചെറുതാണ് E, അതിലും ചെറുതാണ് C, അതിലും ചെറുതാണ് ഏറ്റവും ചെറുത് A. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്താ കുറച്ചൊരു ടെൻഷൻ തോന്നും. ഇത്രയും വലിയ സാധനം വായിച്ച് മനസ്സിലാക്കി ടേബിളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എപ്പോൾ ഉത്തരം കിട്ടിയിട്ട് എപ്പോൾ മാർക്ക് കിട്ടാനാണെന്ന്. പക്ഷേ ഒരു 2 സെക്കൻഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് ആ ടേബിൾ എന്താ കാണിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ അതിനാകെ ഒരു ട്രിക്കേ ഉള്ളൂ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോഴേ ചെയ്ത് പഠിക്കാം. അപ്പൊ നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഒരു പരിചയം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഓപ്ഷൻ വരുന്നത് D ഏറ്റവും വലുത്, അതിലും ചെറുത് B, അതിലും ചെറുത് E, അതിലും ചെറുത് C, ഏറ്റവും ചെറുത് A. ഈ ഒരു കണക്കിന് നമുക്ക് ഓപ്ഷന്റെ ഉത്തരം കിട്ടും. ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം. Which of the following has the maximum non-metallic character in group 16 elements? ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്ന സമയത്ത് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും വിട്ടുകളയാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അതായത് ഗ്രൂപ്പുകൾ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ എടുക്കുന്ന സമയത്ത് 1 മുതൽ 20 വരെയുള്ള അറ്റോമിക് നമ്പർ, ഇത്രയും അറ്റോമിക് നമ്പർ ഉള്ള ആൾക്കാരെ എന്തായാലും നമ്മൾ പഠിച്ചു വെക്കണം. 1 മുതൽ 20 വരെ, ഹൈഡ്രജൻ തൊട്ടിട്ട് കാൽഷ്യം വരെ, ഇത്രയും ആൾക്കാരുടെ അറ്റോമിക് നമ്പർ ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി ഇത് മാത്രം മതിയോ? ഇത് മാത്രം പോരാ. 17th ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു വെക്കണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം. കാരണം കഴിഞ്ഞ തവണ നമ്മൾ ഇതേപോലെ RRBയുടെ PYQ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ ഓരോ ഹാലോജനും എവിടെയാണ് ഇരിക്കുന്നത്, അതേപോലെ തന്നെ വേറൊരാളും കൂടി ഇല്ലേ, നമ്മൾ ഇനേർട്ട് ഗ്യാസസ് എന്ന് വിളിക്കുന്ന ആൾക്കാരുടെ ഈ 2 ഗ്രൂപ്പുകളും അതുപോലെ ആദ്യത്തെ 20 പേരും അതുപോലെ ഈ 2 ഗ്രൂപ്പും, ഇത്രയും ആൾക്കാർ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇനി അത് പഠിച്ചാൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ആൻസർ എഴുതാൻ പറ്റും നോക്കിക്കേ. ഇവിടെയുള്ള തന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊളോണിയം, അതുപോലെ ഓക്സിജൻ, അതുപോലെ എന്താണ് സൾഫർ ഉണ്ട്, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇതില് നമുക്ക് ഒരേ ഒരാളെ മാത്രം എടുക്കാം, ഓക്സിജനെ മാത്രം എടുക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഗ്രൂപ്പ് 16 ഏറ്റവും മാക്സിമം ഏറ്റവും കൂടുതൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ, ആ ലോഹ സ്വഭാവം കാണിക്കുന്ന ആൾ ആരാണെന്നാണ്. നമുക്ക് ഗ്രൂപ്പ് 16 ഏറ്റവും ആദ്യം കിടക്കുന്ന ആൾ അറിയാമെങ്കിൽ
ഗ്രൂപ്പ് 16 ഏറ്റവും ആദ്യം കിടക്കുന്ന ആള് ആരാണ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ എഴുതാൻ പറ്റും. കാരണം എന്താ, ഗ്രൂപ്പ് എടുത്താല് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് എടുത്താല്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുന്നതാണ് ഗ്രൂപ്പ്. വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസ് ആണ് നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് പറയുന്നത്. ഈ 16ാമത്തെ ഗ്രൂപ്പില് ഏറ്റവും മുകളിൽ കിടക്കുന്ന ആൾക്കായിരിക്കും എന്ത്, ലോഹ സ്വഭാവം ഏറ്റവും കുറവ്. താഴത്തേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടി വരും. ഏറ്റവും മുകളിൽ കിടക്കുന്ന ആൾക്കായിരിക്കും എന്ത് പറ്റുന്ന, ലോഹ സ്വഭാവം ഏറ്റവും കുറവ്. അപ്പോ ഈ 16ാമത്തെ ഗ്രൂപ്പിൽ ആദ്യം കിടക്കുന്ന ആളാരാ, നമ്മൾ ആദ്യത്തെ 20 വരെ പഠിക്കുമ്പോൾ 16ാമത്തെ ഗ്രൂപ്പിൽ ആദ്യം കിടക്കുന്നത് ഓക്സിജൻ ആണെന്ന് നമ്മൾ പഠിക്കും. അതുകൊണ്ട് തന്നെ ഇതേപോലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഓക്സിജൻ എളുപ്പത്തിൽ എടുത്ത് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല ഇങ്ങനെയെന്ന്. അല്ല, ഇതേപോലെ മോഡേൺ പീരിയോഡിക് ടേബിൾ ബേസ് ചെയ്ത് വരുന്ന മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമുക്ക് ആദ്യത്തെ 20 എലമെന്റുകളായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇവരെ പഠിച്ചു വെച്ചാൽ ഉത്തരം എഴുതാൻ പറ്റും. 2-3 ക്വസ്റ്റ്യനും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇപ്പൊ ഇത് നോക്കുക, ലോഹ സ്വഭാവമാണ് പറയുന്നത്. ഗ്രൂപ്പിൽ ലോഹ സ്വഭാവം എന്ത് ചെയ്യുന്നു, മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടി വരും. അപ്പൊ അതേപോലെ നമുക്ക് എന്ത് പറയാം, ഏറ്റവും കുറഞ്ഞ ലോഹ സ്വഭാവം അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കുറവ്, അത് തന്നെയാണ് എന്ത്, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. മാക്സിമം നോൺ മെറ്റാലിക് ക്യാരക്ടർ, അത് നമുക്ക് തിരിച്ചു പറഞ്ഞാൽ മിനിമം മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയാം. കൺഫ്യൂഷൻ ആവരുത്, ഈ കോൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഇതേ രീതിയിൽ മാക്സിമം നോൺ മെറ്റാലിക് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ ഏറ്റവും ആദ്യം കിടക്കുന്ന ആളായിരിക്കും. ഇവിടെ 16ാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഏറ്റവും ആദ്യം കിടക്കുന്നത് ഓക്സിജൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, താഴെ പറയുന്നവരിൽ ആർക്കാണ് 3 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത്? 3 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത്. വീണ്ടും നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ആദ്യത്തെ 1 തൊട്ട് 20 വരെയുള്ള എലമെന്റുകൾ. ഇവര് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ എലമെന്റുകളിലെ നമുക്ക് അറിയാൻ പറ്റും ഇവരെല്ലാവരും 1 തൊട്ട് 20 വരെയുള്ള ആൾക്കാരുടെ ഇടയിൽ കിടക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ കാൽഷ്യത്തിന് 2 ഇലക്ട്രോൺ, അതുപോലെ നൈട്രജന് 5 ഇലക്ട്രോൺ, മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ. ഈ കണക്കിന് നമുക്ക് പറയാൻ പറ്റും. കാൽഷ്യത്തിന് 2, നൈട്രജന് 5, മഗ്നീഷ്യത്തിന് 2. അലൂമിനിയത്തിനാണ് എന്ത് സംഭവിക്കുന്നത്, 3 ഉള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാക്സിമമോ മിനിമമോ അല്ല, ഇവിടെ ചോദിച്ചിരിക്കുന്ന 3 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ആൾ ആരാണെന്നാണ്. അപ്പൊ ആദ്യത്തെ 20 പേരെ പഠിച്ചു വെച്ചാൽ ഈ ക്വസ്റ്റിന്റെ ആൻസർ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ അലൂമിനിയം ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ വീണ്ടും ചോദിച്ചിരിക്കുന്ന പരമാവധി വാലൻസ് ഇലക്ട്രോൺസിനെ കാണിക്കുന്ന ആളാരാണെന്നാണ്. ഈ രീതിയിൽ ചോദിക്കുമ്പോൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് ആർക്കാണുള്ളത്, അതാണ് നമ്മൾ ഈ പറയുന്ന വാലൻസ് ഇലക്ട്രോൺസ് മാക്സിമം എന്ന്. വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ഏറ്റവും പുറത്ത് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളതാ ഈ കണക്കിനാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സാധനം നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ തന്നെ ഒരു ഗ്രൂപ്പിൽ ആൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അയാളെ കണ്ണും പൂട്ടി നമുക്ക് ടിക്ക് ചെയ്യാം. ആ ഗ്രൂപ്പ് ഏതാ, ഹാലോജൻസ്. ഇത് 17ാമത്തെ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ് ആകാൻ ഒരു ഇലക്ട്രോണും കൂടെ എക്സ്ട്രാ മതി. അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ 7 ഇലക്ട്രോൺസ് ഓൾറെഡി പ്രസന്റ് ആണ്. ഒരാളും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആകും. അതുകൊണ്ട് ഈ കണക്കിൽ ഈ ഒരു കൂട്ടത്തിൽ ഒരു ഹാലോജൻ ഉണ്ടെങ്കിൽ ആ ഹാലോജൻ ആയിരിക്കും മാക്സിമം വാലൻസ് ഇലക്ട്രോൺസ് പുറത്ത് കാണിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വാലൻസ് ഇലക്ട്രോൺസ് ആർക്കാ ഉള്ളതെന്നാ ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അലൂമിനിയം ഉണ്ട്. പക്ഷെ അവർക്കെല്ലാം മുകളിൽ ആരുണ്ട്, ഫ്ലൂറിൻ ഉണ്ട്. ഈ കണക്കിന് ഹാലോജൻ ഇതേപോലെ ഓപ്ഷൻ വന്നാൽ കണ്ണും പൂട്ടി നോക്കിക്കോ. ഈ പറയുന്ന പോലെ നമുക്ക് തന്നിരിക്കുന്ന ഇതേപോലത്തെ എലമെന്റുകളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് ഔട്ടർ ഷെല്ലിൽ കിടക്കുന്ന ആള് ഈ പറയുന്ന ഹാലോജൻ ആയിരിക്കും. ഇവിടെ വന്നിരിക്കുന്ന ഹാലോജൻ ഫ്ലൂറിൻ ആണ്. വീണ്ടും ചോദിച്ചിരിക്കുന്നത് എലമെന്റുകളെ അവരുടെ വാലൻസ് ഷെൽ ഇലക്ട്രോൺസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് ഉള്ളത് ആർക്കാണോ ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ ഏതാ ഇൻക്രീസിങ് ഓർഡറിൽ ഇതേപോലെ അറേഞ്ച് ചെയ്യണം എന്ന്. നിങ്ങൾ വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഇതിൽ പറയുന്ന എല്ലാം ആദ്യത്തെ 20 എലമെന്റുകളെയാണ് ഫോക്കസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ല റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 20 എലമെന്റ് നമ്മൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ പീരിയോഡിക് ടേബിൾ എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന സെക്ഷനാണ്. RRB ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും പ്രതീക്ഷിക്കുന്ന സമയത്ത് ആദ്യത്തെ 20 വരെ പഠിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത്
ലിഥിയം അല്ലെങ്കിൽ മെറ്റൽ, ഈ മെറ്റലുകൾക്ക് എന്താണ്, അവർ ഇലക്ട്രോ പോസിറ്റീവ് ആണ്, അവർ കയ്യിലുള്ള ഇലക്ട്രോണും കൂടെ കൊടുക്കാൻ നിൽക്കുകയാണ്, അവരുടെ കയ്യിൽ കുറച്ച് ഇലക്ട്രോണേ ഉള്ളൂ, അവരാണ് ഏറ്റവും എന്താണ് വാലൻസി കുറവുള്ള ആൾക്കാർ, പുറത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഫ്ലൂറിൻ എടുക്കുകയാണെങ്കിലോ, ഫ്ലൂറിൻ എടുക്കുന്ന സമയത്ത് എന്താ പറ്റുക, ഫ്ലൂറിൻ എടുക്കുമ്പോഴത്തേക്കും അവരുടെ കയ്യിലുള്ള വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഫ്ലൂറിൻ എടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് ഫ്ലൂറിൻ ആണെന്ന് വരുന്ന ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ കട്ട് ചെയ്യാം. കഴിഞ്ഞ ഓപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാലൻസ് ഇലക്ട്രോൺസ് ആണ് ചോദിക്കുന്നതെങ്കിൽ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് ആണ്. വാലൻസി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, വാലൻസ് ഷെൽ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അത് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാലോജൻ ആണ് അത് മാക്സിമം വരുന്നത്. അപ്പൊ ഇവരാണ് ഏറ്റവും മിനിമം എന്ന് കൊടുത്തിരിക്കുന്ന ഇതേപോലത്തെ ഓപ്ഷൻ നമുക്ക് അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയാം. ഇനി വീണ്ടും ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഫ്ലൂറിൻ ഇതേപോലത്തെ ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നിയോൺ അവസാനം വരുന്ന രീതിയിൽ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ വരും. അതായത് ഈ നിയോൺ എന്ന് പറയുന്ന ആളാരാ, ഈ പറയുന്ന ആർഗൺ, നിയോൺ, ഇവരെല്ലാവരും എന്താണ്, അലസവാതകങ്ങളാണ്, നോബിൾ ഗ്യാസസ് ആണ്. അവർ ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ, അങ്ങനെയാണെങ്കിൽ നിയോൺ ആയിരിക്കില്ലേ കറക്റ്റ്. ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് നമ്മൾ വേഗം പോയി ടിക്ക് ചെയ്യും. പക്ഷേ അതിനു മുമ്പ് ഈ രണ്ടാൾക്കാരെ നോക്കണം, ഇവരെ നോക്കുമ്പോൾ എന്താണ്, നിയോണിനെക്കാളും കുറച്ചുകൂടെ കുറവാണ് നൈട്രജൻ, അതിലും കുറവാണ് ഫ്ലൂറിൻ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കണം, ഒരുപാട് കൺഫ്യൂഷനോ ഒരുപാട് ചിന്തിക്കുകയോ വേണ്ട. ഇനേർട്ട് ഗ്യാസസ് ആണ് കംപ്ലീറ്റ്ലി ഫിൽഡ്, ഇവരാണ് കംപ്ലീറ്റ്ലി ഫിൽഡ്. ഇവർ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാര് ഹാലോജൻസ് ആണ്. ഈ ഓപ്ഷൻ ശരിയായിരുന്നേനെ ഇവിടെ ഫ്ലൂറിനും ഇവിടെ നൈട്രജനും വന്നിരുന്നെങ്കിൽ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന നൈട്രജന്റെ കയ്യിൽ ഫ്ലൂറിനെക്കാളും എന്തുണ്ട്, ഇലക്ട്രോൺസ് കൂടുതലുണ്ടെന്നാണ്. നിങ്ങൾ ആ മോഡേൺ പീരിയോഡിക് ടേബിൾ പഠിക്കുന്ന സമയത്ത് നൈട്രജന് പുറത്ത് 5 ഇലക്ട്രോണും ഫ്ലൂറിന് പുറത്ത് 7 ഇലക്ട്രോണും എന്ന് നമ്മൾ പഠിക്കും. അപ്പൊ ഈ കണക്ക് നോക്കുമ്പോൾ ഈ ഓപ്ഷൻ തെറ്റിപ്പോകും. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, കാർബണിനെക്കാളും കൂടുതൽ ഓക്സിജന്, അതിനേക്കാളും കൂടുതൽ ഫ്ലൂറിന്. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പൊ മെറ്റലുകൾക്ക് കയ്യിലുള്ള വാലൻസ് ഇലക്ട്രോൺസ് വളരെ കുറവായിരിക്കും. നമ്മൾ ഇതേപോലെ ഹാലോജൻ എടുക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും മാക്സിമം വരുന്നത്. ഇതേപോലെ കറക്റ്റ് ഓപ്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഷുവർ ആയിട്ട് നമുക്ക് എന്താണ്, വീണ്ടും വലിയൊരു ചോദ്യം, 4 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഈ 4 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ തന്നെ ചെയ്യണം. ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ചൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് അറ്റോമിക സംഖ്യ, അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക്സ് കൊടുത്തിരിക്കുകയാണ്, വീണ്ടും എന്താണ് ന്യൂക്ലിയർ ചാർജ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താ സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ആയതിനാൽ ന്യൂക്ലിയസിനും വാലൻസ് ഇലക്ട്രോണുകൾക്ക് ഇടയിലുള്ള ആകർഷണ ബലം, വീണ്ടും സ്പേസ്. അതിനാൽ അത് കഴിഞ്ഞിട്ട് എന്താ, ഈ പറയുന്ന ലിഥിയവും അതുപോലെ ഫ്ലൂറിനും ഇതിന്റെ ഇടയിൽ അറ്റോമിക അരങ്ങൾ, വീണ്ടും സ്പേസ്. ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ക്ലൂ നോക്കണം. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ ഫസ്റ്റ് ക്ലൂ നോക്കണം. നമ്മൾ ആകെ സഹായിക്കാൻ ഇവിടെയുള്ള ആളെന്ന് പറയുന്നത് ഇതാണ്, ലിഥിയം മുതൽ ഫ്ലൂറിൻ വരെ. ലാസ്റ്റ് ക്വസ്റ്റ്യനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ലിഥിയം മുതൽ ഫ്ലൂറിൻ വരെ. നമ്മൾ ആ പീരീഡ് എടുക്കുകയാണെങ്കിൽ ലിഥിയം ആദ്യം കിടക്കുന്ന ആള്, ഫ്ലൂറിൻ ഇവിടെ അവസാനം 17ാമത്തെ ആ ഒരു ഗ്രൂപ്പിൽ കിടക്കുന്ന ആള്. ലിഥിയം 1ാമത്തെ ഗ്രൂപ്പിലും ഫ്ലൂറിൻ ഈ പറയുന്ന 17ാമത്തെ ഗ്രൂപ്പിലും ഇവരിയ്ക്കുന്നത് സെയിം പീരീഡില്, സെക്കൻഡ് പീരീഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ വേറെ ഒന്നും ആലോചിക്കാനില്ല, സെക്കൻഡ് പീരീഡിൽ ലെഫ്റ്റിന്ന് റൈറ്റിലേക്കാണ് നോക്കുന്നത്. അങ്ങനെ ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് അറ്റോമിക സംഖ്യ, അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും, അവിടെ കൂടും. അത് കഴിയുമ്പോൾ എന്ത് പറ്റും, ന്യൂക്ലിയർ ചാർജും എന്ത് പറ്റും, അറ്റോമിക് നമ്പർ കൂടും, പ്രോട്ടോണിന്റെ എണ്ണം കൂടും. പ്രോട്ടോൺ ഇരിക്കുന്ന അവിടെ ആ ന്യൂക്ലിയസിൽ, അപ്പൊ ന്യൂക്ലിയർ ചാർജും കൂടി വരും. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്, ന്യൂക്ലിയസിനും വാലൻസ് ഇലക്ട്രോണുകൾക്കും ഇടയിലുള്ള ആകർഷണ ബലം, ന്യൂക്ലിയസിൽ പ്ലസ് ചാർജ്, പുറത്തു കിടക്കുന്ന ഇലക്ട്രോൺസ് അവർക്ക് നെഗറ്റീവ് ചാർജ്, പ്ലസും നെഗറ്റീവും വന്നാൽ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കും. കൂടുതൽ പ്ലസ് വന്നാൽ കൂടുതൽ ആകർഷിക്കും. അപ്പൊ ഇവിടെ എന്ത് പറ്റും, അവിടെയും കൂടും. ഇനി അതുകൊണ്ട് ലിഥിയം മുതൽ ഈ പറയുന്ന ഫ്ലൂറിൻ വരെയുള്ള അറ്റോമിക് ആരങ്ങൾ, അറ്റോമിക് സൈസ് ഓർത്ത് വെക്കുക. പീരിയഡ് ആണ്, ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ അറ്റോമിക് സൈസ് കുറഞ്ഞു വരും, കുറയും. ആകെ നമ്മൾ എടുത്തത് ലിഥിയവും ഫ്ലൂറിനും തന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ എടുത്ത് ഇതേപോലെ എന്താണെന്ന് നോക്കി. ഒരേ പീരിയഡ് ആണ്, ലെഫ്റ്റിന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആൻസർ എളുപ്പത്തിൽ കിട്ടും. ഓപ്ഷൻ നോക്കിക്കേ, കൂടും, വീണ്ടും കൂടും,
മൂന്നാമത്തതിലും കൂടും, ഫൈനലി കുറയും. കൂടുന്നു 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 കുറയുന്നു. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. പറഞ്ഞിരിക്കുന്ന അറ്റോമിക് നമ്പർ, അവിടെ നമുക്ക് സ്പേസ് ഉണ്ട്, ന്യൂക്ലിയർ ചാർജ് അത് കഴിഞ്ഞ സ്പേസ് ഉണ്ട്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതും കഴിഞ്ഞ സ്പേസ് ഉണ്ട്, അറ്റോമിക് റേഡിയസിന് എന്ത് സംഭവിക്കും അതും കഴിഞ്ഞ സ്പേസ് ഉണ്ട്. നമ്മൾ ആകെ ഉപയോഗിച്ച ഒരു ക്ലൂ എന്ന് പറയുന്നത് ലിഥിയം തൊട്ട് ഫ്ലൂറിൻ വരെയുള്ള ആ ഒരു കണക്കാണ്. സെയിം പീരീഡിൽ ഇരിക്കുന്ന ആൾക്കാര്, ഡിഫറെന്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാര്, ലിഥിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്, ഫ്ലൂറിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് നമുക്കറിയാം. അത് വെച്ചിട്ട് എന്താണ് നമ്മളിത് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു അറ്റോമിക് നമ്പർ ഇൻക്രീസസ്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്, അതുപോലെ തന്നെ എന്ത് പറ്റും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദാറ്റ് ഓൾസോ ഇൻക്രീസസ്, ആൻഡ് ഫൈനലി അറ്റോമിക് റേഡിയസ് ആസ് വെൽ ആസ് ദ അറ്റോമിക് സൈസ് ദാറ്റ് ഡിക്രീസസ്. ഈ കണക്കിന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഉപയോഗിക്കുന്ന ലോജിക്ക് സെയിം ആണ്. നമ്മൾ ആകെ ചെയ്യുന്ന എന്താണ്, ലോജിക്ക് എല്ലാ സ്ഥലത്തും സെയിം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുന്നുണ്ട്, ഇതേപോലെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റിന്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. മാക്സിമം നോൺ മെറ്റാലിക് ക്യാരക്ടർ ഗ്രൂപ്പ് 3 എലമെന്റുകൾ. നമ്മൾ മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയാ മാറുന്നതെന്ന് പറഞ്ഞു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരുന്നു. ലോഹ സ്വഭാവം അത് കുറഞ്ഞു വരുന്നു. മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടി വരുന്നു. ഈ കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ചോദ്യം നമ്മൾ നോക്കിയിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഈ പറഞ്ഞ യൂട്യൂബ് വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക് ആയിട്ട് വരാം. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ചോദ്യങ്ങളാണ് വരാൻ ചാൻസ് ഉള്ളത്, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് എന്താ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു തരണം, അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതും യൂട്യൂബ് വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് പരിചയപ്പെടാം. താങ്ക്